ഡിയർ സ്റ്റുഡൻസ്, അന്ന അരുവിയിൽ ഒഴുക്കിവിട്ട പേപ്പർ ബോട്ട് ഫാറ്റ് ബോയി തലകീഴായി മറിച്ചിട്ട വിവരം അന്ന അരുന്ധതി ആൻറ്റിയോട് പറഞ്ഞു. അപ്പോൾ അവനും കുറച്ച് ബോട്ടുകൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആൻറ്റി പറഞ്ഞത് അന്നയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് സ്റ്റോറിയുടെ അടുത്ത ഭാഗം പഠിക്കാം. ഗുഡ് ഗൈഡൻസ്. എന്താണ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ? മാർഗനിർദ്ദേശം. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ഹിയർ. Here we can see Anna and Arundhati are sitting beside a table. Then look, what is Aunt Arundhati doing? She is cutting a paper with a scissor. ആൻറ്റി ഒരു കത്രിക ഉപയോഗിച്ച് ഒരു പേപ്പർ കട്ട് ചെയ്യുകയാണല്ലേ? Then do you know what is she making? Yes, she is making paper boats. On this table we can see some paper boats also. Then Anna is watching it. Now let's continue the story. In no time a boat was ready, and then a few more. In no time means അധികം വൈകാതെ തന്നെ. A boat was ready, and then a few more. അതായത് വളരെ പെട്ടെന്ന് തന്നെ അരുന്ധതി ആൻറ്റി കുറേ ബോട്ടുകൾ ഉണ്ടാക്കി. Finally, she gave all the boats to Anna and said, "Here, go and have fun." Finally, she gave all the boats to Anna and said, അവസാനം ഈ ബോട്ടുകളെല്ലാം അന്നയ്ക്ക് കൊടുത്തിട്ട് അരുന്ധതി ആൻറ്റി പറഞ്ഞു, "Here, go and have fun." ഇതാ പോയി എൻജോയ് ചെയ്തോളൂ. Clutching the boats tightly, Anna started walking hesitantly towards the stream. Clutching means മുറുകെ പിടിക്കുക. Clutching the boats tightly, ഈ ബോട്ടുകളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് അന്ന started walking hesitantly towards the stream. Hesitantly means മടിച്ചു മടിച്ച്. അന്ന started walking hesitantly towards the stream. അന്ന മടിച്ചു മടിച്ച് അരുവിയിലേക്ക് നടക്കാൻ തുടങ്ങി. ആ ബോയി ഇപ്പോഴും അവിടെ ഉണ്ടാകുമോ? ഇനിയും എൻ്റെ ബോട്ട് മറിച്ചിടുമോ എന്നൊക്കെ വിചാരിച്ച് അന്ന മടിച്ചു മടിച്ചാണ് അരുവിയിലേക്ക് നടക്കാൻ തുടങ്ങിയത്. The boy was still there. The boy was still there. ആ ബോയി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. He looked at her curiously. He looked at her curiously. Curiously means ജിജ്ഞാസയോടെ. എന്താണ് അവൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നറിയാൻ അവൻ ജിജ്ഞാസയോടെ അവളെ നോക്കി. Anna took out two not so good boards and held them out. Not so good. എന്താണ് not so good എന്ന് പറഞ്ഞാൽ? അത്ര നല്ലതല്ലാത്ത. Anna took out two not so good boards and held them out. അതായത് അവൾ കൊണ്ടുവന്ന ബോട്ടിൽ നിന്നും അത്ര നല്ലതല്ലാത്ത രണ്ട് ബോട്ടുകൾ അവൾ പുറത്തെടുത്തു. Here you are. She handed the boats over to the boy without the trace of a smile. Hand over എന്ന് പറഞ്ഞാൽ കൈമാറുക. Handed the boats over. ബോട്ടുകൾ കൈമാറി. She
handed the boats over to the boy. അവൾ ആ ബോട്ടുകൾ ആ ബോയ്ക്ക് കൈമാറി. Without the trace of a smile. Trace means അടയാളം അല്ലെങ്കിൽ സൂചന. Without the trace of a smile. ചിരിയുടെ ഒരു സൂചന പോലുമില്ലാതെ. അതായത് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് അവളുടെ ബോട്ടുകൾ മനസ്സില്ലാ മനസ്സോടെ ആ ബോയ്ക്ക് കൈമാറി. The boy took them and just stood there quietly. Quietly means ശാന്തമായി. അവൻ ആ ബോട്ടുകൾ എടുത്തിട്ട് ശാന്തമായി അവിടെ നിന്നതേയുള്ളൂ. He did not know what to say. എന്താണ് പറയേണ്ടതെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു. എന്തായിരിക്കും കാരണം? താൻ അവളുടെ ബോട്ടുകൾ മറിച്ചിട്ട് അവളെ വേദനിപ്പിച്ചിട്ടും അവൾ തനിക്ക് വീണ്ടും ബോട്ടുകൾ കൊണ്ടുവന്നു തന്നു. ഇത് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? അപ്പോൾ എന്താണ് മറുപടി പറയേണ്ടതെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു.